താങ്കൾ ഒരു NRI ആണോ? ആണെങ്കിൽ താങ്കളുടെ ഫാമിലിക്ക് വേണ്ടി കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ICICIയുടെ എലിവേറ്റ് എന്ന പ്ലാൻ. അതിന് കാരണം ICICI NRIസിന് മാത്രം കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് NRI ഡിസ്കൗണ്ട്. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് താങ്കൾ ഒരു NRI ആണെങ്കിൽ ടോട്ടൽ പ്രീമിയത്തിൽ 25% ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്കൗണ്ട് കിട്ടാൻ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ മാത്രം NRI ആയാൽ മതി. താങ്കളുടെ ഫാമിലി ഫുൾ NRI ആവണമെന്ന് ഒരു നിർബന്ധവും. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് താങ്കൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ NRI ഡിസ്കൗണ്ടിന് പുറമെ സിബിൽ ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഈ രണ്ട് ഡിസ്കൗണ്ടും കിട്ടിയാൽ നമ്മുടെ പ്രീമിയത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 50 വയസ്സുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ വരുന്ന നോർമൽ പ്രീമിയം 37,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇദ്ദേഹം നല്ല സിബിൽ സ്കോർ ഉള്ള ഒരു NRI ആണെങ്കിൽ ഓൾമോസ്റ്റ് 11,000 രൂപയോളം പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ പ്രീമിയം ഓൾമോസ്റ്റ് 26,000 രൂപയായിട്ട് കുറയും. ഇങ്ങനെ വരുമ്പോൾ NRIസിന് പ്രീമിയം കുറച്ചും കൂടെ ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഡിസ്കൗണ്ട് മാത്രം കണ്ടിട്ടല്ല ഇതൊരു നല്ല പ്ലാനാണെന്ന് പറയാൻ കാര്യം. ഇതൊരു ബെസ്റ്റ് പ്ലാനാണ് എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ ബെനിഫിറ്റും ഈ പ്ലാനിലുണ്ട്. അതിലൊന്നാണ് ക്ലെയിം പ്രൊട്ടക്ടർ. അതായത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ എമൗണ്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പ്ലാനിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന ഗ്ലൗസ്, മാസ്ക്, PP കിറ്റ്, സിറിഞ്ച് പോലുള്ള നോൺ മെഡിക്കൽ ഐറ്റംസിൻ്റെ കവറേജ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതുപോലുള്ള പ്ലാനിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ ബില്ല് ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ 60,000 അല്ലെങ്കിൽ 70,000 കിട്ടും. ബാക്കി എമൗണ്ട് നോൺ പേയബിൾ എന്ന പേരിൽ ഇൻഷുറൻസ് കമ്പനി അവിടെ കട്ട് ചെയ്യും. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് ക്ലെയിം പ്രൊട്ടക്ടർ എന്ന ആഡ് ഓൺ. ഇത് നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ എല്ലാ നോൺ മെഡിക്കൽ ഐറ്റംസിനും നമുക്ക് ഫുൾ കവറേജ് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരു കട്ടിങ്ങും നമുക്ക് വരില്ല. രണ്ടാമത്തതാണ് റൂം മോഡിഫയർ. അതായത് ഇൻഷുറൻസിലൊരു കണ്ടീഷനുണ്ട്. നമ്മുടെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന റൂമിന് പകരം ഹയർ കാറ്റഗറിയിലുള്ള റൂം എടുത്താൽ ആ റൂം എടുത്തത് വഴി അവിടെ വന്ന എക്സ്ട്രാ കോസ്റ്റ് എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് നമ്മുടെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലൈസേഷന് സമയത്ത് നമ്മൾ ഹയർ കാറ്റഗറിയിലുള്ള ഡീലക്സ് റൂം എടുത്താൽ എന്ത് പറ്റും? 1 ലക്ഷം രൂപ വരേണ്ട ബില്ല് 1.5 ലക്ഷം രൂപയായിട്ട് മാറും. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ വന്ന 50,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് റൂം മോഡിഫയർ എന്ന ആഡ് ഓൺ. ഇത് നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ ഒരു ഹോസ്പിറ്റലിൽ ഏത് റൂം വേണമെങ്കിലും എടുക്കാനുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ റൂം മാറി എടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു കട്ടിങ്ങും നമുക്ക് വരില്ല. മൂന്നാമത്തതാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ പല ഹോസ്പിറ്റൽസിൻ്റെയും പരസ്യം നോക്കിയാൽ നമുക്ക് കാണാം അവരെല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത് റോബോട്ടിക് സർജറി വെച്ചാണ്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എല്ലാവരും പ്രിഫറൻസ് കൊടുക്കുക റോബോട്ടിക് സർജറിക്കായിരിക്കും. പക്ഷേ നിലവിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള പലരുടെയും പോളിസി ഡോക്യുമെൻ്റ് നോക്കിയാൽ നമുക്ക് കാണാം അതിലൊക്കെ റോബോട്ടിക് സർജറി പോലുള്ള പല മോഡേൺ ട്രീറ്റ്മെൻറ്റിനും സബ്ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിരിക്കുന്ന ഒരാൾ വിചാരിക്കുക 10 ലക്ഷം രൂപ വരെ എന്ത് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വന്നാലും നമ്മുടെ പ്ലാൻ അത് കവർ ചെയ്യും എന്നായിരിക്കും. പക്ഷേ ആ പ്ലാനിൽ റോബോട്ടിക് സർജറിക്ക് 2 ലക്ഷം രൂപ എന്നൊരു സബ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റ് വരെ നമുക്കവിടെ കവറേജ് കിട്ടൂ. അവിടെ ഈ 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ഈ പ്ലാനിൽ അങ്ങനെ ഒരു സബ് ലിമിറ്റും ഇല്ല. ഇവിടെ റോബോട്ടിക് സർജറി പോലുള്ള എല്ലാ മോഡേൺ ട്രീറ്റ്മെൻറ്റിനും ഫുൾ കവറേജ് കിട്ടും. നാലാമത്തതാണ് ജംപ് സ്റ്റാർട്ട്. അതായത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നാലും നമുക്ക് കവറേജ് കിട്ടും. എന്നാൽ ഈ ജംപ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ അതിൽ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഒബിസിറ്റി, കൊറോണറി ആർട്ടറി ഡിസീസ് ഇത്രയും അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 3 വർഷം എന്നുള്ളത് വെറും 30 ദിവസമായിട്ട് നമുക്ക് കുറയ്ക്കാം. എന്ന് വെച്ചാൽ ജംപ് സ്റ്റാർട്ട് എടുത്താൽ 31ാമത്തെ ദിവസം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നാലും നമുക്കത് ക്ലെയിം ചെയ്യാം. അഞ്ചാമത്തതാണ് പവർ ബൂസ്റ്റർ. അതായത് നമുക്കറിയാം നിലവിൽ 10 ലക്ഷം രൂപയുടെ കവറേജ് 5 വർഷം കഴിയുമ്പോൾ ഒന്നും അല്ലാതായി മാറും. കാരണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 5 വർഷം കഴിയുമ്പം കുറഞ്ഞൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് എങ്കിലും നമുക്ക് വേണം. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 10 ലക്ഷം രൂപയുടെ കവറേജ് നേരെ 50 ലക്ഷം രൂപയാക്കാൻ നോക്കിയാൽ ആ പ്രീമിയം നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്താൽ പിന്നെ കവറേജ് കൂട്ടാൻ ഇൻഷുറൻസ് കമ്പനി തൊട്ട് സമ്മതിക്കത്തുമില്ല. ഇവിടെയാണ് ഈ പവർ ബൂസ്റ്റർ നമ്മളെ സഹായിക്കുന്നത്. ഇത് നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
എല്ലാ വർഷവും 100% ബോണസ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയുടെ കവറേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അടുത്ത വർഷം അത് 20 ലക്ഷം രൂപയായിട്ട് മാറും. അതിൻ്റെ അടുത്ത വർഷം അത് 30 ലക്ഷം രൂപയായിട്ട് മാറും. അതിൻ്റെ അടുത്ത വർഷം 40, 50 ഇങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് കൂടി കൂടി വരും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഫ്ലേഷൻ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് വരില്ല. ആറാമത്തതാണ് ഇൻഫിനിറ്റ് കെയർ. അതായത് നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു 50 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാൽ നമ്മൾ ആകെ പ്രശ്നത്തിലാവും. കാരണം 40 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് ഇൻഫിനിറ്റ് കെയർ എന്ന ആഡ് ഓൺ. ഇത് നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ നമുക്ക് 50 ലക്ഷം അല്ല, 1 കോടിയല്ല, എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വന്നാലും അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ ഈ അൺലിമിറ്റഡ് കവറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഏഴാമത്തതാണ് ഹെൽത്ത് ചെക്കപ്പ്. താങ്കൾ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ആഡ് ഓൺ എടുത്താൽ മതി. മാക്സിമം 5000 രൂപ വരെ എല്ലാ വർഷവും ക്യാഷ്ലെസ് ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. എട്ടാമത്തതാണ് 2 അവർ ഹോസ്പിറ്റലൈസേഷൻ. അതായത് നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്തത് കൊണ്ട് ക്ലെയിം റിജക്റ്റ് ആയി എന്നൊക്കെ. എന്നാൽ ഈ പ്ലാനിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അതിന് കാരണം ഇവിടെ 2 അവർ ഹോസ്പിറ്റലൈസേഷൻ എന്നൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 2 മണിക്കൂറിൽ കൂടുതൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അവിടെ വരുന്ന മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാം. ഇത് മറ്റ് പല പ്ലാനിലും ഇല്ലാത്തൊരു ഓപ്ഷനാണ്. ഒമ്പതാമത്തെയാണ് ഡിപ്പെൻഡൻറ്റ് അക്കോമഡേഷൻ. ഇത് നമ്മുടെ പ്ലാനിൽ ആഡ് ചെയ്താൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് അക്കോമഡേഷന് വേണ്ടിയിട്ട് പെർ ഡേ 1000 രൂപ വെച്ച് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. 2 കണ്ടീഷനുണ്ട്. മിനിമം 3 ദിവസത്തെ അഡ്മിഷനെങ്കിലും വേണം. മാക്സിമം 10 ദിവസം വരെ നമുക്കിത് കിട്ടും. അടുത്തത്, നമ്മളൊരു പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ നോക്കേണ്ട റേഷ്യോസാണ്. ICICIയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൻ്റെ റേഷ്യോസ് നോക്കിയാൽ 97% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ലാസ്റ്റ് 3 വർഷത്തെ ആവറേജ് നോക്കിയാൽ അത് ഓൾമോസ്റ്റ് 85%. 71% ICR. ഈ 2 റേഷ്യോസും സൂചിപ്പിക്കുന്നത് നമുക്കൊരു ക്ലെയിം വന്നാൽ അത് ജെനുവിൻ ആണെങ്കിൽ നല്ല രീതിയിൽ കമ്പനി അത് സെറ്റിൽ ചെയ്യും എന്നത് തന്നെയാണ്. അടുത്തത്, ഇവരുടേതൊരു ഇൻ ഹൗസ് ക്ലെയിം സെറ്റിൽമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വരുന്നില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് ആയ ശേഷം നമ്മുടെ ഫൈനൽ ബില്ലും ഡിസ്ചാർജ് സമ്മറിയും ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്താൽ അത് അപ്രൂവലായി വരാൻ ഒരു ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോവാം. ഇത്രയും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് താങ്കളുടെ ഫാമിലിക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ICICIയുടെ എലിവേറ്റ് എന്ന പ്ലാൻ. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ പുതിയതായി ഇൻഷുറൻസ് എടുക്കാനോ ഇതിലേക്ക് പോർട്ട് ചെയ്യാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ICICI എലിവേറ്റ് എന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരും.